കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലി ഒഴിവ്. KSITIയിൽ അവസരം. കേരള റോഡ് ഫണ്ട് ബോർഡ് റിക്രൂട്ട്മെന്റ്. KSRTC റിക്രൂട്ട്മെന്റ്. പ്ലീസ് സപ്പോർട്ട് മീ, സബ്സ്ക്രൈബ് മൈ ചാനൽ. കോപ്പറേറ്റീവ് ബാങ്കുകളിൽ ജോലി ഒഴിവ്. കേരളത്തിലെ വിവിധ സർവീസ് സഹകരണ ബാങ്കുകളിലേക്കായി സഹകരണ ബാങ്ക് പരീക്ഷാ ബോർഡ് നടത്തുന്ന റിക്രൂട്ട്മെന്റിനുള്ള അപേക്ഷ ആഗസ്റ്റ് 31 അവസാനിക്കും. ക്ലർക്ക്, ക്യാഷ്യർ, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, ടൈപ്പിസ്റ്റ്, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. 10ാം ക്ലാസ്, ഡിഗ്രി, ഡിപ്ലോമ എന്നിങ്ങനെ വിവിധ യോഗ്യതയുള്ളവർക്ക് അവസരമുണ്ട്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ആഗസ്റ്റ് 31. ഒഴിവ്. കേരള സർവീസ് സഹകരണ ബാങ്കുകളിൽ ജൂനിയർ ക്ലർക്ക്, ക്യാഷ്യർ, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, ടൈപ്പിസ്റ്റ്, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടന്റ് ഒഴിവുകൾ. ഒഴിവ്. ജൂനിയർ ക്ലർക്ക്, ക്യാഷ്യർ 150 ഒഴിവ്. ജൂനിയർ ക്ലർക്ക്, ക്യാഷ്യർ 57 ഒഴിവ്. ജൂനിയർ ക്ലർക്ക്, ക്യാഷ്യർ 21 ഒഴിവ്. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ 7 ഒഴിവ്. ടൈപ്പിസ്റ്റ് 2 ഒഴിവ്. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ 3 ഒഴിവ്. അസിസ്റ്റന്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടന്റ് 12 ഒഴിവുകളാണ് പറഞ്ഞിട്ടുള്ളത്. പ്രായപരിധി 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. തെരഞ്ഞെടുപ്പ് പരീക്ഷാ ബോർഡ് നടത്തുന്ന OMR ഓൺലൈൻ എഴുത്ത് പരീക്ഷയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങളിൽ നടത്തുന്ന അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് നേരിട്ട് നിയമനം നൽകും. തസ്തികകളും യോഗ്യതാ മാനദണ്ഡങ്ങളും താഴെ നൽകുന്നു. യോഗ്യത: ജൂനിയർ ക്ലർക്ക്, ക്യാഷ്യർ, SLC, ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ, BCom അല്ലെങ്കിൽ ബിരുദം, സഹകരണ ഹയർ ഡിപ്ലോമയും അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയുടെ BScയും പാസ്സായിരിക്കണം. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ അംഗീകൃത സർവകലാശാല ബിരുദവും അംഗീകൃത ഡേറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റും അംഗീകൃത സ്ഥാപനത്തിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററായി 1 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ടൈപ്പിസ്റ്റ് SLC തതുല്യം, KGDE ഇംഗ്ലീഷ് ആൻഡ് മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവർ പാസ്സായിരിക്കണം. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ MCA, BTech ഏതെങ്കിലും അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററായി 3 വർഷത്തെ കുറയാത്ത പരിചയം ആവശ്യമാണ്. അസിസ്റ്റന്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടന്റ് 50% മാർക്കിൽ കുറയാതെ സർവകലാശാല ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമയും അല്ലെങ്കിൽ ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയുടെ BSc, MSc അല്ലെങ്കിൽ 50% മാർക്കിൽ കുറയാതെ BCom പാസ്സായിരിക്കണം. അപേക്ഷ: താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കേരള സർവീസ് സഹകരണ ബോർഡിൻ്റെ വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷകൾ നൽകാവുന്നതാണ്. KSITIയിൽ ജോലി ഒഴിവ്. കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന് കീഴിൽ വിവിധ തസ്തികയിൽ ജോലി നേടാൻ അവസരം. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ മാനേജർ തസ്തികകളിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനമാണ് നടക്കുന്നത്. താൽപ്പര്യമുള്ളവർ കേരള സർക്കാർ CMT വെബ്സൈറ്റ് മുഖേന ഓൺലൈൻ അപേക്ഷ നൽകണം. അവസാന തീയതി സെപ്റ്റംബർ 9. തസ്തിക ഒഴിവ്. കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൽ മാനേജർ റിക്രൂട്ട്മെന്റ്. അസിസ്റ്റന്റ് മാനേജർ സിവിൽ, അസിസ്റ്റന്റ് മാനേജർ ഇലക്ട്രിക്കൽ, അസിസ്റ്റന്റ് മാനേജർ മെക്കാനിക്കൽ, ഡെപ്യൂട്ടി മാനേജർ ഇലക്ട്രിക്കൽ. പ്രായപരിധി: അസിസ്റ്റന്റ് മാനേജർ സിവിൽ 35 വയസ്സ് വരെ, അസിസ്റ്റന്റ് മാനേജർ ഇലക്ട്രിക്കൽ 35 വയസ്സ് വരെ, അസിസ്റ്റന്റ് മാനേജർ മെക്കാനിക്കൽ 35 വയസ്സ് വരെ, ഡെപ്യൂട്ടി മാനേജർ ഇലക്ട്രിക്കൽ 45 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. യോഗ്യത: അസിസ്റ്റന്റ് മാനേജർ സിവിൽ, സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി, ബന്ധപ്പെട്ട മേഖലയിൽ 2.5 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അസിസ്റ്റന്റ് മാനേജർ ഇലക്ട്രിക്കൽ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി വേണം, ബന്ധപ്പെട്ട മേഖലയിൽ 2.5 വർഷത്തെ പ്രവൃത്തി പരിചയം. അസിസ്റ്റന്റ് മാനേജർ മെക്കാനിക്കൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി, ബന്ധപ്പെട്ട മേഖലയിൽ 2.5 വർഷത്തെ പ്രവൃത്തി പരിചയം. ഡെപ്യൂട്ടി മാനേജർ ഇലക്ട്രിക്കൽ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി, MTech, MBA യോഗ്യതയുള്ളവർക്ക് മുൻഗണന, കുറഞ്ഞത് 5 വർഷത്തെ പ്രവൃത്തി പരിചയം. ശമ്പളം: അസിസ്റ്റന്റ് മാനേജർ സിവിൽ പ്രതിമാസം 45,800 രൂപ ശമ്പളമായി ലഭിക്കും. അസിസ്റ്റന്റ് മാനേജർ ഇലക്ട്രിക്കൽ പ്രതിമാസം 45,800 രൂപ ശമ്പളമായി ലഭിക്കും. അസിസ്റ്റന്റ് മാനേജർ മെക്കാനിക്കൽ പ്രതിമാസം 45,800 രൂപ ശമ്പളമായി ലഭിക്കും. ഡെപ്യൂട്ടി മാനേജർ ഇലക്ട്രിക്കൽ പ്രതിമാസം 55,350 രൂപ ശമ്പളമായി ലഭിക്കും. അപേക്ഷ: താൽപ്പര്യമുള്ളവർ കേരള സർക്കാർ CMT വെബ്സൈറ്റ് മുഖേന അപേക്ഷകൾ നൽകാവുന്നതാണ്. കേരള റോഡ് ഫണ്ട് ബോർഡ് റിക്രൂട്ട്മെന്റ്. കേരള റോഡ് ഫണ്ട് ബോർഡിൽ കീഴിൽ സൈറ്റ് സൂപ്പർവൈസർ റിക്രൂട്ട്മെന്റ്. ആകെ 6 ഒഴിവുകളാണുള്ളത്. താൽക്കാലിക കരാർ നിയമനങ്ങളാണ് നടക്കുക. താൽപ്പര്യമുള്ളവർക്ക് കേരള സർക്കാർ CMT വെബ്സൈറ്റ് മുഖേന ഓൺലൈൻ അപേക്ഷിക്കാം. അവസാന തീയതി സെപ്റ്റംബർ 10. തസ്തിക ഒഴിവ്. കേരള സർക്കാരിന് കീഴിലുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായ കേരള റോഡ് ഫണ്ട് ബോർഡ് സൈറ്റ് സൂപ്പർവൈസർ.
6 ഒഴിവുകൾ. ബോർഡിന് കീഴിലുള്ള പ്രോജക്റ്റ് മാനേജ്മെന്റ് യൂണിറ്റിലേക്കാണ് സൈറ്റ് സൂപ്പർവൈസർമാരെ ആവശ്യമുള്ളത്. 1 വർഷത്തേക്കാണ് പ്രാഥമിക കരാർ നിയമനം നടക്കുക. ഇത് പിന്നീട് നീട്ടാനുള്ള സാധ്യതയുണ്ട്. പ്രായപരിധി 36 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ, MS പ്രോജക്റ്റ്, MS ഓഫീസ്, മറ്റ് എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം. സിവിൽ വർക്ക് ബില്ലുകൾ നിർമ്മിക്കാൻ അറിയുന്നവർക്ക് മുൻഗണനയുണ്ട്. സർക്കാർ, പബ്ലിക്, പ്രൈവറ്റ് സെക്ടർ ട്രാൻസ്പോർട്ടേഷൻ പ്രോജക്റ്റുകളിൽ ജോലി ചെയ്ത് 2 വർഷത്തെ പരിചയമുള്ളവരായിരിക്കണം. ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 25,000 രൂപ ശമ്പളമായി ലഭിക്കും. അപേക്ഷാ ഫീസ്: ജനറൽ വിഭാഗം 500 രൂപയാണ് അപേക്ഷാ ഫീസ്. SC/ST വിഭാഗങ്ങൾക്ക് 250 രൂപ അടച്ചാൽ മതി. അപേക്ഷ താൽപ്പര്യമുള്ളവർ കേരള സർക്കാർ CMT വെബ്സൈറ്റ് മുഖേന അപേക്ഷകൾ നൽകാവുന്നതാണ്. KSRTC റിക്രൂട്ട്മെന്റ്. KSRTC ഷിഫ്റ്റിൽ ജോലി നേടാൻ അവസരം. ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിലാണ് പുതിയ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. കരാർ വ്യവസ്ഥയിൽ താൽക്കാലിക നിയമനമാണ് നടക്കുന്നത്. യോഗ്യരായവർക്ക് കേരള സർക്കാർ CMT വെബ്സൈറ്റ് മുഖേന അപേക്ഷ നൽകാം. അവസാന തീയതി സെപ്റ്റംബർ 15. തസ്തിക ഒഴിവ്. KSRTC ഷിഫ്റ്റിൽ ഡ്രൈവർ കം കണ്ടക്ടർ റിക്രൂട്ട്മെന്റ്. കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം. പ്രായപരിധി 25 വയസ്സ് മുതൽ 55 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. യോഗ്യത ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരായിരിക്കണം. അംഗീകൃത ബോർഡിന് കീഴിൽ 10ാം ക്ലാസ് വിജയിച്ചിരിക്കണം. 30-ലധികം ഹെവി പാസഞ്ചർ വാഹനങ്ങളിൽ 5 വർഷത്തിൽ കുറയാത്ത ഡ്രൈവിംഗ് പരിചയമുണ്ടായിരിക്കണം. വാഹനങ്ങളുടെ പ്രവർത്തനത്തെ പറ്റിയുള്ള അറിവും വാഹനങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ തകരാറുകൾ കണ്ടെത്തി പരിഹരിക്കാനുള്ള അറിവും അഭികാമ്യമാണ്. ഒരു കണ്ടക്ടർക്ക് ആവശ്യമായ സാമാന്യ കണക്കുകൾ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും അറിവുണ്ടായിരിക്കണം. മലയാളവും ഇംഗ്ലീഷും എഴുതാനും വായിക്കാനും അറിവുണ്ടായിരിക്കണം. ശമ്പളം: പ്രതിദിനം 1 ഡ്യൂട്ടിയും ആഴ്ചയിൽ 1 വീക്കിലി ഓഫും മാത്രമേ അനുവദിക്കൂ. ഒരു ഡ്യൂട്ടിക്ക് 715 രൂപ പ്രതിദിനം കൂലിയായി ലഭിക്കും. പുറമെ കിലോമീറ്റർ അലവൻസ്, നൈറ്റ് അലവൻസ്, കളക്ഷൻ ബാറ്റ എന്നിവ ലഭിക്കും. PF മറ്റ് ആനുകൂല്യങ്ങൾ ജീവനക്കാർക്ക് ലഭിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ്. അപേക്ഷകൾ സൂക്ഷ്മ പരിശോധന നടത്തി ചുരുക്കപ്പട്ടിക തയ്യാറാക്കും. ശേഷം എഴുത്ത് പരീക്ഷയും ഡ്രൈവിംഗ് ടെസ്റ്റും നടത്തും. തുടർന്ന് ഇന്റർവ്യൂ കൂടി നടത്തി അന്തിമ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. വിജയകരമായ ഡ്രൈവിംഗ് പൂർത്തിയാക്കുന്നവർ നിർബന്ധമായും KSRTC ഷിഫ്റ്റിൽ 2 വർഷം സേവനം അനുഷ്ഠിക്കേണ്ടതാണ്. തിരഞ്ഞെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സ്വന്തം താമസ സ്ഥലത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് 10 ദിവസത്തിനുള്ളിൽ ഹാജരാക്കേണ്ടതാണ്. അപേക്ഷ താൽപ്പര്യമുള്ളവർ കേരള സർക്കാർ CMT വെബ്സൈറ്റ് മുഖേന അപേക്ഷകൾ നൽകാവുന്നതാണ്.